നമ്മൾ വഴി കുറേ ആളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. ഉഖ്റവിയും ദുനിയവിയുമായ ഒരുപാട് ആവശ്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാല് ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്ന ഒരു പാവം മനുഷ്യൻ, എവിടത്തേക്കാ? അങ്ങോട്ടേക്കാ, ബസ് അപ്പുറമാണല്ലോ, ഞാൻ കൈ പിടിക്കാം എന്ന് ഒറ്റൊരു 3 സ്റ്റെപ്പ്, അത് മതിയാവും. ആഖിറത്തിൽ കഴിച്ചിലാവാൻ അതൊക്കെ മതിയാവും. നീ ചെയ്യുന്ന അമല്, അതുകൊണ്ടാണ് അള്ളാഹു അക്സറു അമലാന്നല്ല, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും, അക്സറു അമലല്ല അഹ്സനു അമല, മനസ്സറിഞ്ഞിട്ട് ചെയ്ത അഹ്സനു അമല. ഒരാളുടെ നന്മ തിന്മ തൂക്കി അയാളുടെ നന്മ കുറവ് തിന്മ അധികം, അയാൾ പരാജയപ്പെട്ടു എന്ന് ഷുവർ ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് തുണിസഞ്ചിയിൽ കുറച്ച് മണ്ണ് വന്നിട്ട് നന്മന്റെ തട്ടിൽ വീഴുന്നത്. അപ്പോഴതാ റിസൾട്ട് മാറി, കത് ഫാസ ഫുലാൻ പിന്നെ ഫുലാൻ, ഇയാൾ വിജയിച്ചിട്ടുണ്ടെന്ന് അനൗൺസ്മെന്റ് വന്നു. ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാളെ നോക്കി, ഇതെന്താ സാധനം ഈ മണ്ണ്? നോക്കുമ്പോൾ മൂപ്പര് ഒരു മുഅ്മിനെ ഖബറടക്കുമ്പോൾ മിൻഹാ ഖലഖനാകുന്നിട്ട് ഇട്ട മണ്ണാണ്. അതാണ് അയാളെ കഴിച്ചിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സൗന്ദര്യത്തോടെ പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നല്ല കാര്യത്തിന് ചെറുതാന്ന് വിചാരിച്ചിട്ടൊന്നും നീ കളയണ്ട. നിന്റെ കയ്യിൽ ബക്കറ്റിലിടാൻ 10 ഉള്ളൂവെങ്കിൽ അത് ഇട്ടോടാ, ഇട്ടോടാ മതി. അത് ചെറുതല്ലേ? അത് ന്യായമാമ അതിനെ വിശദീകരിക്കുന്ന അങ്ങനെയാ. സ്വതൊക്കെ ചെറുതാന്ന് വിചാരിച്ചിട്ടൊന്നും നീ ചെയ്യാതിരിക്കരുത്. ചെറുത് അള്ളാന്റെ അടുത്ത് വലുതായിരിക്കും. ചില പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടാവും, മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ആരടുത്തെന്നെങ്കിലും ഒക്കെ സാധനം എടുത്തിട്ട് വിൽപ്പന നടത്തുന്നവർ. അവരൊക്കെ ഇങ്ങനെ ചെറിയ സംഖ്യയൊക്കെ സ്വതക്കെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടാവും. വലിയ വലിയ ഹജിയന്മാരല്ല തക്കാഫുലല്ലേ ഏറ്റെടുക്കുമ്പോൾ, എന്നാന്ന് റബ്ബെ ഞാനൊക്കെ ഒരു മുത്താലിമിന് ഒരു കിതാബ് വാങ്ങിക്കൊടുക്കല്. എൻ്റെ കയ്യിലുള്ള മൂപ്പര് ഇങ്ങനെ വല്ല ഡ്രസ്സ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ മത്സ്യം മണക്കുന്ന മത്സ്യത്തിന്റെ മണമുള്ള ഒരു 10 രൂപയുള്ളത് അത് ബക്കറ്റിലിടുമ്പോൾ അയാൾ ചിന്തിക്കണം, ഇതെല്ലാം സ്വീകരിക്കുമല്ലോ, അത് മതി അയാൾക്ക് സ്വർഗത്ത് പോകാൻ, അതും മതി. നമ്മളല്ലേ അള്ളാഹ്ക്ക് എന്തൊരു സ്നേഹാന്നറിയ. ഈ മനസ്സറിഞ്ഞിട്ട് നന്മ ചെയ്യുമ്പോൾ ഇയാൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ തുയർക്കും. ഈ മദ്രസയിൽ പഠിപ്പിച്ച് കിട്ടുന്ന സാലറി, അല്ലെങ്കിൽ ചെറിയ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഓട്ടോയിൽ ഒടിച്ച് കിട്ടുന്ന ഇത്, എൻ്റെ കൈക്ക് താൻ വെട്ടി ഭാര്യ പ്രസവം 3 ഓപ്പറേഷനാണ്, എപ്പാന്നല്ലല്ലോ ജീവിതം ഒന്ന് പച്ച പിടിക്കും, ഒന്നെന്നെ രക്ഷപ്പെടുത്തണേ. എങ്ങനെയും മോൻ്റെ ദ്വാറിനെ സ്വീകരിക്കേണ്ടത് എന്ത് പറഞ്ഞിട്ട് അള്ളാഹു തട്ട. എന്തൊരു കരുണയാന്നറിയാം അള്ളാഹുവിന്. ഇങ്ങനത്തെ എല്ലാം ദ്വാ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സ്നേഹമായിരിക്കും അള്ളാഹു. അപ്പൊ മറ്റുള്ളവരുടെ ആവശ്യം നിർവഹിച്ചു. പാവങ്ങളെ സഹായിച്ച മനുഷ്യന്മാരെ കുറിച്ചിട്ട് ഹദീസിൽ എന്താ ഉള്ളതെന്നറിയാം? മറ്റുള്ളവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്ത മനുഷ്യൻ നന്മന്റെ തട്ടിൽ അഥവാ തുലാസിന്റെ അടുത്തേക്ക് വരുമ്പോൾ, കേട്ടോളി ഹദീസ്, തുലാസിന്റെ അടുത്തേക്ക് വരുമ്പോൾ റസൂൽ പറയുന്ന ഓഫർ കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ ഉണ്ടവിടെ ഇത് പഠിക്കുന്നത്, ഐ വിൽ ബി ദേർ, ഞാൻ അവിടെ ഉണ്ട് മോനെ ഇതിന് പഠിക്കുന്നത്, അഥവാ എന്തെങ്കിലും ഞാൻ ചെയ്തുതരാം, ഐ വിൽ ബി ദേർ. സാന്ത്വന പ്രവർത്തകനാവണം, സംഘടനാ പ്രവർത്തകനാവണം. നമ്മളെ തന്നെ പൂജിച്ച് എന്താ ജീവിതത്തിന്റെ അജണ്ട? 4 മക്കള്, ഓരെ കെട്ടിച്ച് പിന്നെ അവർക്ക് വീട് എടുത്തുകൊടുത്ത് ഇനി ഏതൊരു പള്ളിക്കാട്ടി പോയിട്ട് കിടക്കലല്ല നമ്മളെ അജണ്ട. മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് കുറേ ജീവിതങ്ങൾ ഉണ്ടാകും, കുറേ ആളുടെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുക. ഇതാണ് ഖദാഉ ഹാജത്തിൽ മുഅ്മിൻ. മാസങ്ങളോളം ഏറ്റിക്കാഫിരിക്കുന്നതിനേക്കാൾ, അതും മദീനത്തെ പള്ളിയിൽ ഏറ്റിക്കാഫിരിക്കുന്നതിനേക്കാൾ മഹത്വം ഒരു മുഅ്മിനിന്റെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിന് ഉണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്.